വെള്ളിയാഴ്ച സർവകക്ഷി യോഗം. അതിർത്തി സംഘർഷം ചർച്ച ചെയ്യാനായി സർവകക്ഷി യോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറ്റന്നാളാണ് യോഗം. ചൈനയുമായി സൈനികതല ചർച്ചയുമായി മുന്നോട്ടു പോകേണ്ട എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയെന്നാണ് സൂചന. പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കാനും പ്രതിരോധ മന്ത്രാലയം വിളിച്ച യോഗത്തിൽ തീരുമാനമായി. ചൈനീസ് അതിക്രമത്തിൽ 4 സൈനികരുടെ നില ഗുരുതരമാണ്. 80 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യയാണ് പ്രകോപനം സൃഷ്ടിച്ചത് എന്ന വാദം ചൈന ആവർത്തിച്ചു. ER രാഗേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാഗേഷ്, ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താണ്? സർവകക്ഷി യോഗം വെള്ളിയാഴ്ച നടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയോ പ്രതികരണമോ അതിനു മുമ്പുണ്ടാകാനിടയുണ്ടോ? സനീഷ്, അതിർത്തി സംഘർഷത്തിൽ യോഗം വിളിച്ചിരിക്കുകയാണ്, സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മറ്റന്നാൾ 5 മണിക്കാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അധ്യക്ഷന്മാരെയാണ് ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഏതായാലും ചൈനയുമായുള്ള അതിർത്തി സംഘർഷത്തിൽ 20 സൈനികർ വീരമൃത്യു വരിച്ച ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ആദ്യ പ്രതികരണം കൂടിയാണിത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമന്ത്രി മൗനം വെടിയണം, ഒപ്പം തന്നെ അതിർത്തിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്ന സാഹചര്യം വ്യക്തമാക്കണം, ഈ ആവശ്യം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. സർവകക്ഷി യോഗം വിളിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഇനി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം തേടുക, അതിനുശേഷം ഒരു നടപടിയുമായി മുന്നോട്ട് പോവുക എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മറ്റന്നാൾ സർവകക്ഷി യോഗം ചേരാനുള്ള തീരുമാനം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഏതായാലും നിർണായകമായ ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരുന്നു. പ്രതിരോധ മന്ത്രാലയത്തിൽ പ്രതിരോധ മന്ത്രിയുടെ രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ സേനാ മേധാവികളുമായി ചർച്ച നടത്തി. ഈ ചർച്ചയിൽ സൈനിക തലത്തിലുള്ള ചർച്ചയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മാത്രവുമല്ല, ശക്തമായ തിരിച്ചടി നൽകാൻ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിന് പ്രാദേശിക തലത്തിൽ കമാൻഡർമാർക്ക് അധികാരം നൽകി എന്ന സൂചനയാണ്, വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചു വരികയും ചെയ്യുന്നത്. മാത്രവുമല്ല, മിനിഞ്ഞാന്നുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതായത് 20 സൈനികരിൽ 16 പേർ കൊല്ലപ്പെട്ടത് മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ള ആക്രമണം കൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇന്നലെ തന്നെ ഇത്തരത്തിൽ ഇരുമ്പ് ദണ്ട് കൊണ്ടാണ് ഇവർ ആക്രമിക്കപ്പെട്ടതെന്ന് വാർത്തകളുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം മൂർച്ചയേറിയ ആക്രമണം കൊണ്ട് ഇവർക്കെതിരെ ഉണ്ടായി. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്. മാത്രവുമല്ല, ഭൂപ്രകൃതി അനുസരിച്ച് ചെങ്കുത്തായ മേഖലയാണിത്. അവിടെ നദി ഒഴുകുന്നുണ്ട്, കടുത്ത തണുപ്പുള്ള മേഖലയാണ്. ഇത്തരത്തിൽ പുഴയിൽ വീണാണ് 4 സൈനികർ മരിച്ചതെന്ന കൂടി വിവരങ്ങൾ കൂടി ഇപ്പോൾ. രാജേഷ്, ഇപ്പോൾ ഈ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? സൈനികരുടെ അവസ്ഥ എന്താണ്? ആ തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ഒപ്പം ഈ ചൈന പ്രകോപനത്തിനില്ല അല്ലെങ്കിൽ സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്ന പ്രഖ്യാപനം ആ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടല്ലോ. എത്രത്തോളം ആത്മാർത്ഥതയുള്ള നിലപാടാണത്? അതിനെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ കാണുന്നത്? സനീഷ്, സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ രാത്രി 10:30ക്കാണ് അവസാനമായ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നത്. അതായത് 17 ജവാന്മാർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു, വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നത് ഇന്നലെ രാത്രി 10:30ക്ക് വന്ന വാർത്താക്കുറിപ്പാണ്. അതിനുശേഷം എത്ര പേർ ഈ സംഘർഷത്തിൽ പരിക്ക് പറ്റി തുടങ്ങിയ കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം കരസേനയുടെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, വിശദമായ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക. മാത്രമല്ല, സനീഷ് സൂചിപ്പിച്ച പോലെ 20 പേർ ആരൊക്കെ, ഈ വീരമൃത്യു വരിച്ച 20 പേർ ആരൊക്കെ എന്ന് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. 3 പേരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സൈന്യം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ നൽകിയിട്ടില്ല. ഏതായാലും ഇന്ന് നടക്കുന്ന ചർച്ചകൾ കൂടി ശേഷമായിരിക്കും ഇക്കാര്യം പേരുവിവരങ്ങൾ സൈന്യം പുറത്തുവിടുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ ചൈന അവരുടെ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് അതിർത്തി ഒരിക്കലും ചൈനയല്ല ലംഘിച്ച് ഇന്ത്യ പ്രകോപനം ഉണ്ടാക്കി എന്നൊരു വാദമാണ് ചൈന ഈ ഘട്ടത്തിലും ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഭാഗത്തുനിന്നാണ് പ്രകോപനം ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, അതിർത്തി സംഘർഷം ചൈന ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി ചൈനീസ് വിദേശകാര്യ വക്താവ് അല്പം മുമ്പ് പ്രതികരിക്കുകയുണ്ടായി. സനീഷ്, ശരി, നന്ദി രാഗേഷ് വിവരങ്ങൾക്ക്. അതിർത്തിയിലെ ചൈനയുടെ ക്രൂരതയിൽ രാജ്യമെങ്ങും പ്രതിഷേധമുയരുന്നുണ്ട്. കര, നാവിക, വ്യോമസേനകളോട് ഏത് സാഹചര്യവും നേരിടാൻ കരുതിയിരിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 സൈനിക മേധാവികളും സംയുക്ത സേനാ തലവൻ ബിപിൻ റാവത്തും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. തക്കതായ മറുപടി നൽകാൻ അതിർത്തിയിലെ സൈനിക കമാൻഡർമാർക്ക് നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനയുടെ ക്രൂരത ഒരിക്കലും പൊറുക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ച അതിർത്തിയിൽ ഏത് സാഹചര്യവും നേരിടാൻ കരുതിയിരിക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. ഏറ്റവും മോശം സാഹചര്യത്തെ നേരിടേണ്ടി വരുമെന്ന് കരനാവിക വ്യോമസേനകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി.
തുടർ നടപടികൾ തീരുമാനിക്കാൻ 3 സൈനിക മേധാവിമാരും സംയുക്ത സേനാ തലവൻ ബിപിൻ റാവത്തും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ രാത്രി ഏറെ നീണ്ട യോഗത്തിന് ശേഷമായിരുന്നു ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച. കമാൻഡിംഗ് ഓഫീസർ ഉൾപ്പെടെ 20 പേരുടെ മരണം പൊറുക്കാനാകില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. സൈനികരുടെ വീരമൃത്യു ഏറെ അലോസരപ്പെടുത്തുന്നതും സങ്കടകരവുമാണെന്ന് രാജ്നാഥ് സിംഗ് ട്വിറ്ററിൽ കുറിച്ചു. അസാധാരണമായ ധൈര്യമാണ് സൈനികർ പ്രകടിപ്പിച്ചത്. ചൈനയ്ക്കെതിരെ രാജ്യത്ത് വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. മുൻ സൈനികരും സ്വദേശി ജാഗരൺ മഞ്ച് പ്രവർത്തകരും ചൈനീസ് എംബസിയിലേക്ക് മാർച്ച് നടത്തിയത് സംഘർഷാവസ്ഥയുണ്ടാക്കി. 43 ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടെങ്കിലും ചൈന ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ചൈനയുടെ കമാൻഡിംഗ് ഓഫീസറും തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഭൂപടം പരിഷ്കരിക്കാനുള്ള നടപടികളുമായി നേപ്പാൾ മുന്നോട്ട്. ഭൂപടം പരിഷ്കരിക്കാനുള്ള ബിൽ നേപ്പാൾ പാർലമെന്റിന്റെ ഉപരിസഭ പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യയുടെ എതിർപ്പ് അവഗണിച്ചാണ് നേപ്പാളിന്റെ നടപടി. ഇന്ത്യയുടെ ഭാഗമായ കാലാപാനി, ലിബുലേഖ്, ലിംപിയാധുര എന്നിവ ഉൾപ്പെടുത്തിയതാണ് നേപ്പാളിന്റെ പുതിയ ഭൂപടം. എക്സിക്യൂട്ടീവ് ഒരു പ്രമേയത്തിലൂടെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. അതെ, അതുകൊണ്ടാണല്ലോ ഇത് ഗവൺമെന്റ് പരിശോധിക്കണം എന്ന് പറയുന്നത്. ഈ ആതിരപ്പള്ളി വിഷയത്തിൽ പാർട്ടി ചർച്ച ചെയ്തോ? ആതിരപ്പള്ളി ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുള്ളൂ. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് ഉറപ്പിക്കേണ്ട കാര്യമുള്ളൂ. ഇത് ഞങ്ങൾ പണ്ടേ തീരുമാനിച്ചു. ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച അതിപ്പോൾ പരിശോധിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. 4 മാസത്തെ ബില്ല് ഒരു കണക്കുമില്ലാതെ കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ ആളുകൾ പറയുന്നു. അത് ഗവൺമെന്റ് പരിശോധിക്കണം. അടച്ചു കിടക്കുന്ന വീട്ടിൽ പോലും വലിയ ബില്ല് ഉള്ളതായിട്ട് പരാതികളുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ അത് പരിശോധിക്കണം. പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയമാണ് ഞങ്ങൾ അംഗീകരിച്ചത്. ബാലാവകാശ കമ്മീഷന്റെ അടുത്ത ജുഡീഷ്യൽ ബോഡിയിലേക്ക് ഈ 2 ജഡ്ജിമാരെ തെരഞ്ഞൊരു PTA മെമ്പറെ ചെയർപേഴ്സൺ ആക്കാനുള്ള ഒരു നീക്കം വന്നു. വിജിലൻസ് ക്ലിയറൻസും കഴിഞ്ഞു. നിയമനം ഉടൻ ഉണ്ടാകും. അറിവുള്ളതാണ്. ഏതാ? ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക്. അതിനൊക്കെ ഒരു നിലവിൽ ചെയർപേഴ്സൺ ആകുന്നതിന് ഒരു മാനദണ്ഡമുണ്ട്. ഹൈക്കോടതി തരുന്ന ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജഡ്ജസിൻ്റെ പേര് അങ്ങനെയൊക്കെയാണ് സാധാരണ വരുന്നത്. അത് അതിൻ്റെ ഫോർമാലിറ്റി അനുസരിച്ച് നടക്കും. 2 ജഡ്ജിമാരെ തഴഞ്ഞൊരു PTA മെമ്പറെയാണ് ഇപ്പോൾ ആക്കാൻ പോകുന്നത്. അത് ഗവൺമെൻറ്റിന് ഡിസൈഡ് ചെയ്യാം. CPI വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് നിലപാട്. വൈദ്യുതി ബില്ലിൽ ഒടുവിൽ കടുംപിടുത്തം വിട്ട് KSEB. ബിൽ തുകയുടെ 70% മാത്രം ഉപയോക്താക്കൾ അടച്ചാൽ മതിയെന്ന് ഹൈക്കോടതിയെ KSEB അറിയിച്ചു. അമിത തുക ആരോടും ഈടാക്കിയിട്ടില്ല എന്നാണ് KSEBയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. വൈദ്യുതി ബില്ല് തയ്യാറാക്കിയതിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി പായപ്ര പഞ്ചായത്ത് അംഗം MC വിനയനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഉപയോഗിച്ച വൈദ്യുതിക്കാണ് ബില്ല് നൽകിയത് എന്നാണ് KSEB നൽകിയ മറുപടി. ലോക്ഡൌൺ മൂലം മീറ്റർ റീഡിംഗ് എടുക്കാൻ കഴിഞ്ഞില്ല. 3 ബില്ലുകളുടെ ശരാശരി കണക്കാക്കിയാണ് ബില്ല് നൽകിയത്. ഉപയോക്താക്കൾ ബിൽ തുകയുടെ 70% അടച്ചാൽ മതി. ബിൽ തുക കൂടിയാലും കുറഞ്ഞാലും അടുത്ത ബില്ലിൽ അതനുസരിച്ച് മാറ്റം വരുത്തും. ഹർജിക്കാരുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് വാദിച്ച് ഇവരുടെ വൈദ്യുതി ഉപഭോഗ വിവരങ്ങളും ബോർഡ് കോടതിയിൽ ഹാജരാക്കി. ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രതിമാസ ബില്ലിംഗ് പ്രായോഗികമല്ലെന്നാണ് KSEBയുടെ നിലപാട്. അധിക ബില്ലുണ്ടായാൽ നിയമാനുസൃതം പരാതി നൽകാമെന്ന് വ്യക്തമാക്കിയാണ് കോടതി കേസ് വിധി പറയാൻ മാറ്റിയത്. ന്യൂസ് 18 കൊച്ചി. വൈദ്യുതി ബിൽ അപാകതയിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് CPI ആവശ്യപ്പെട്ടു. CPI സംസ്ഥാന നിർവാഹക സമിതി പ്രമേയം പാസാക്കി. അതേക്കുറിച്ചാണ് ഇപ്പോൾ കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. വൈദ്യുതി ബോർഡിന് വീഴ്ച പറ്റിയെന്ന വിമർശനവും കാനത്തിനുണ്ട്. VV അരുൺ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ എന്താണ്? ശക്തമായിട്ട് തന്നെയാണല്ലോ CPIയുടെ എതിരഭിപ്രായ പ്രകടനം. KSEBയുടെ വൈദ്യുതി ബിൽ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉയരുന്നത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള അതിനോട് ചേർന്ന് പോകുന്ന നിലപാടാണ് ഇന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവും സ്വീകരിച്ചിരിക്കുന്നത്. വൈദ്യുതി ബിൽ അപാകതയുണ്ട് എന്ന വിമർശനം ശക്തമായി ഉയർന്നു വരുന്നു. സർക്കാർ ഇക്കാര്യം പരിശോധിക്കണം. KSEBയുടെ ബില്ലിംഗ് സമ്പ്രദായത്തിൽ പിഴവുണ്ടെങ്കിൽ തിരുത്താൻ KSEB തയ്യാറാകണമെന്നും സർക്കാർ അതിന് നിർദ്ദേശം നൽകണമെന്നും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇന്ന് കോൺഗ്രസ് വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് നടത്തുകയാണ്. വൈദ്യുതി ബിൽ വർധനയെ ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ വലിയ
പ്രതിഷേധം ഉയരുമ്പോൾ ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയും അത്തരമൊരു നിലപാടിലേക്ക് എത്തുകയാണ്. വൈദ്യുതി ബില്ലിന്റെ കാര്യത്തിൽ KSEBക്ക് പിഴവ് പറ്റിയെന്ന് തന്നെയാണ് CPIയുടെ നിലപാട്. അതിരപ്പള്ളി വിഷയത്തിൽ തൊട്ടു പിന്നാലെ മറ്റൊരു വിഷയത്തിൽ കൂടി സർക്കാർ നിലപാടിനെ എതിർക്കുകയാണ് CPI ചെയ്യുന്നത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് ഒരു പ്രമേയം പാസാക്കിയെന്ന വളരെ ഗൗരവതരമായ കാര്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും CPIയുടെ കൂടി നിലപാട് ഇനി സർക്കാരിനെ പരിഗണിക്കാതെ മുന്നോട്ട് പോകാനാകില്ല. സർക്കാർ ഇപ്പോഴും ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ബില്ലിംഗ് സമ്പ്രദായത്തിൽ പിഴവില്ല എന്നാണ്. അത് വീടുകളിൽ അമിത ഉപഭോഗമുണ്ടായി അതിന്റെ ഭാഗമായുള്ള ബില്ല് എന്നാണ്. പക്ഷേ അടച്ചിട്ട വീടുകളിൽ പോലും വലിയ ബില്ല് വന്നു എന്ന് കാനം രാജേന്ദ്രൻ തന്നെ അല്പസമയം മുമ്പ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ പ്രതിഷേധങ്ങൾ സർക്കാരിന് കണ്ടിരുന്നടിച്ച് മുന്നോട്ട് പോകാനാകില്ല. CPI കൂടി അത്തരമൊരു ആവശ്യവുമായി രംഗത്ത് വരികയാണ്. സനീഷ്, ശരി, നന്ദി അരുൺ വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. പ്രവാസികൾ കോവിഡ് ഇല്ല എന്ന സർട്ടിഫിക്കറ്റുമായി വേണം വിമാനം കയറാൻ എന്ന നിലപാടിൽ ഉറച്ച് സംസ്ഥാന സർക്കാർ. വിദേശത്ത് പരിശോധനയ്ക്കുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വന്ദേ ഭാരത് മിഷനിലും ചാർട്ടേഡ് വിമാനങ്ങളിലും വരുന്നവർക്കും പരിശോധന ബാധകമാക്കണം. സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് ഉപവാസ സമരം പ്രഖ്യാപിച്ചു. ചാർട്ടേഡ് വിമാനങ്ങളിൽ വരുന്നവർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കിയതിന്റെ രാഷ്ട്രീയ വിവാദം തുടരുന്നതിനിടെയാണ് പുതിയ തീരുമാനം. എല്ലാ വിമാനങ്ങളിലും വരുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും. ഇക്കാര്യം സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞു. പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ അതത് എംബസികൾ ഏർപ്പെടുത്തണം. PCR പരിശോധന അപ്രായോഗികമായതിനാൽ ട്രൂനാറ്റ് റാപ്പിഡ് പരിശോധനയാണ് സംസ്ഥാനം നിർദ്ദേശിക്കുന്നത്. 1000 രൂപ മാത്രം ചെലവുള്ളതും 1 മണിക്കൂറിനുള്ളിൽ ഫലം ലഭിക്കുന്നതുമായ പരിശോധന പ്രവാസികൾക്ക് ബുദ്ധിമുട്ടാകില്ലെന്നാണ് സർക്കാർ പറയുന്നത്. ചാർട്ടേഡ് വിമാനങ്ങളിൽ പ്രവാസികളെ കൊണ്ടുവന്ന ഏജൻസികൾ പരിശോധനയ്ക്ക് ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്തണം. സർക്കാർ നിലപാട് പ്രതിഷേധാർഹമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസികളോടുള്ള അവഗണന അവസാനിപ്പിക്കണം. നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കരുത്. സർക്കാർ നടപടിയെ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവിനുള്ള നിലയിൽ ഞാൻ 19-ാം തീയതി രാവിലെ 9 മണി മുതൽ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപവസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് സ്ഥിരീകരിക്കുന്നവരെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പ്രത്യേക വിമാനം വേണമെന്നാണ് സർക്കാർ നിലപാട്. പ്രവാസികളുടെയും അവരുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാനാണ് നിർദ്ദേശമെന്നും സർക്കാർ വിശദീകരിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലേക്ക് വരുന്നതിന് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതിനെതിരെ പ്രതിഷേധവുമായി പ്രവാസികൾ. സർക്കാർ തീരുമാനം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ലെന്ന് പ്രവാസി സംഘടനാ നേതാക്കൾ പറഞ്ഞു. അതേസമയം സൗദി അറേബ്യയും ഒമാനും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉയർത്തിക്കാട്ടിയാണ് കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ പ്രവാസികളുടെ പ്രതിഷേധം. ഒരു രാജ്യത്ത് ഒരു എംബസി മാത്രമാണുള്ളത്. ചിലയിടങ്ങളിൽ 1-2 കോൺസുലേറ്റുകൾ കൂടിയുണ്ടാകും. ഉൾപ്രദേശങ്ങളിൽ ഉള്ളവർക്ക് ഇവിടെ നേരിട്ടെത്തി പരിശോധിച്ച സർട്ടിഫിക്കറ്റ് വാങ്ങുക പ്രായോഗികമല്ല. മാത്രമല്ല PCR ടെസ്റ്റിന് ശരാശരി 30,000-ഓളം രൂപയാണ് ഗൾഫിൽ ചെലവ് വരിക. റാപ്പിഡ് ടെസ്റ്റിന് 600 രൂപയോളം നൽകിയിരുന്ന സ്ഥാനത്താണ് 30,000 രൂപയുടെ ചിലവ്. വിമാന ടിക്കറ്റ് നൽകുന്ന വൻ തുകയുടെ പുറമെയാണ് ഈ സാമ്പത്തിക ഭാരം. ഇപ്പോൾ തന്നെ കിറ്റുകളും സന്നദ്ധ പ്രവർത്തകർ നൽകുന്ന ടിക്കറ്റിലും വരുന്ന ആളുകൾക്ക് ഭാരിച്ച ഒരു തുക ചാർട്ടേഡ് ഫ്ലൈറ്റിലൂടെ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. 1200-ഉം 1300-ഉം ദറംസ് കൊടുക്കുമ്പോൾ വീണ്ടും 300 ദറംസോളം ഈ രീതിയിലേക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് സുരക്ഷിതത്വം എന്നതിലുപരിയായിട്ട് പ്രവാസികൾ വരണ്ട എന്നുള്ള ഒരു തീരുമാനം നടപ്പാക്കുന്ന വ്യത്യസ്ത അജണ്ടകളാണ്. 30 ലക്ഷത്തോളം മലയാളികൾ ഗൾഫിൽ മാത്രമുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 10% പേർ തിരിച്ചു പോരാൻ തയ്യാറായാൽ പോലും 3 ലക്ഷത്തോളം പേർക്ക് എംബസികളിൽ കോവിഡ് പരിശോധനാ സൗകര്യം ഒരുക്കേണ്ടി വരും. ഒരു സംസ്ഥാനത്തിന് മാത്രമായി എംബസിയിൽ പ്രത്യേക സൗകര്യം ഒരുക്കുക പ്രായോഗികമല്ല. നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ പരമാവധി സൗകര്യം ഒരുക്കണമെന്നും പ്രവാസികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വായ്പാ മൊറട്ടോറിയം നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. ആനുകൂല്യം സാധാരണക്കാർക്ക് ലഭിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും ഉറപ്പാക്കണം. ബാങ്കും ഇടപാടുകാരും തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. മൊറട്ടോറിയം കാലത്തെ പലിശ എഴുതിത്തള്ളാൻ തയ്യാറാണോ എന്നും സുപ്രീം കോടതി ചോദിച്ചു. മൊറട്ടോറിയം കാലത്തെ പലിശ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ നിർണായക പരാമർശങ്ങൾ. പലിശ പൂർണ്ണമായും ഒഴിവാക്കുകയോ പിഴപ്പലിശയെങ്കിലും ഒഴിവാക്കുകയോ വേണമെന്നായിരുന്നു ആവശ്യം. പലിശ എഴുതിത്തള്ളാൻ തയ്യാറാണോ എന്ന് ബാങ്കുകളോട് കോടതി ചോദിച്ചു. ഇല്ലെങ്കിലും മൊറട്ടോറിയം കാലത്തെ പലിശഭാരം ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണോ എന്നും വ്യക്തമാക്കണം. വായ്പ എടുത്തവർക്ക് മൊറട്ടോറിയം ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ബാങ്കും ഇടപാടുകാരും തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല. വായ്പ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷവും.
മൊറട്ടോറിയം നടത്തിപ്പ് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും നിരീക്ഷിക്കണം. കേസ് വീണ്ടും ഓഗസ്റ്റ് 1 പരിഗണിക്കും. ബാങ്കുകളെ ഉപയോഗിച്ച് പണമുണ്ടാക്കാനാണ് റിസർവ് ബാങ്ക് ശ്രമിക്കുന്നതെന്നാരോപിച്ചായിരുന്നു ഹർജി. ലോകത്ത് മറ്റൊരു രാജ്യവും മൊറട്ടോറിയം കാലത്ത് പലിശയ്ക്കുമേൽ പലിശ ഈടാക്കുന്നില്ലെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വാർത്തകൾ തുടരുന്നു. വയനാട്ടിൽ യുവാവിനെ കടുവ ആക്രമിച്ചു കൊന്നു. ബസവൻകൊല്ലി കോളനിയിലെ ശിവകുമാർ ആണ് മരിച്ചത്. വയനാട് പുൽപ്പള്ളി കാര്യംപാതിക്ക് അടുത്ത് വനത്തിൽ ഇന്നലെ വൈകിട്ട് മുതൽ ശിവകുമാറിനെ കാണാതായിരുന്നു. ഉൾവനത്തിൽ നിന്നാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, ദാരുണമായ രംഗമാണ്. കാരണം തല ഒഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളും കടുവ ഭക്ഷിച്ച നിലയിലാണ് ഉൾക്കാട്ടിൽ ശിവകുമാറിന്റെ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് മുതൽ ഇദ്ദേഹത്തെ വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയ ഇദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഇന്നലെ വനത്തിന്റെ ആ പ്രദേശങ്ങളിൽ, സമീപ പ്രദേശങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടുകിട്ടിയില്ല. ഇന്ന് രാവിലെ മുതൽ വിശദമായ പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ കടുവ ആക്രമിച്ച നിലയിൽ അവശേഷിങ്ങൾ, ശരീരാവശിഷ്ടങ്ങൾ, തല മാത്രം, തലയും കാലുകളുടെ ചില ഭാഗങ്ങൾ മാത്രം അവശേഷിച്ച അവസ്ഥയിൽ അതിദാരുണമായ രീതിയിൽ ശിവകുമാറിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ഈ പ്രദേശത്ത് കടുവശല്യം വലിയ തരത്തിൽ ഉണ്ടാവുകയും ചില മൃഗങ്ങളെ കടുവ ആക്രമിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം നാട്ടുകാർക്കുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് പട്രോളിംഗ് ഉൾപ്പെടെ നടത്തണം, അതുപോലെ തന്നെ മറ്റ് കൂട് സ്ഥാപിക്കണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ദൗർഭാഗ്യകരമായി ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കാര്യംപാതി കോളനിയിലെ കോളനിയാണ് ശിവകുമാറിന്റേത്. എന്തായാലും മരണം വയനാട്ടിൽ നിന്നാണ് ആ ദാരുണമായ സംഭവം. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസുകൾക്ക് സംവിധാനം ഒരുക്കിയതായി സർക്കാർ ഹൈക്കോടതിയിൽ. 872 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിന് സൗകര്യമില്ലാത്തത്. ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. ഇവർക്കായി ഓൺലൈൻ ക്ലാസുകൾ റെക്കോർഡ് ചെയ്ത് എത്തിക്കും. 41.2 ലക്ഷം കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ്സിനുള്ള സൗകര്യമുണ്ട് എന്ന് ഉറപ്പാക്കാൻ പ്രധാന അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. ഹർജികൾ കോടതി നാളത്തേക്ക് മാറ്റി. തിരുവനന്തപുരം പാപ്പനംകോട് KSRTC ഡിപ്പോ ഇന്നും നാളെയും അടച്ചിടാൻ തീരുമാനം. ഡിപ്പോയിലെ ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി. സുരക്ഷാ മുൻകരുതൽ ഒരുക്കാതെ സർവീസ് ആരംഭിക്കാനുള്ള അധികൃതരുടെ നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തെത്തി. ഇന്നലെയാണ് പാപ്പനംകോട് KSRTC ഡിപ്പോയിലെ ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. എന്നാൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെ സർവീസ് ആരംഭിക്കാൻ ജീവനക്കാർക്ക് KSRTC നിർദ്ദേശം നൽകിയത് പ്രതിഷേധത്തിനിടയാക്കി. ഡിപ്പോ അണുമുക്തമാക്കുകയോ ജീവനക്കാർക്ക് മാസ്കുകളും സാനിറ്റൈസറും ഉറപ്പാക്കുകയോ ചെയ്തിരുന്നില്ല. കോവിഡ് ബാധിതനായ ഡ്രൈവർക്കൊപ്പം ഡ്യൂട്ടി ചെയ്ത കണ്ടക്ടറോടും ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെ സർവീസ് ആരംഭിക്കില്ലെന്ന് ജീവനക്കാർ നിലപാടെടുത്തതോടെ വിഷയത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ ഇടപെട്ടു. ജീവനക്കാരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കുമെന്നും മന്ത്രിയുടെ ഉറപ്പ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മാനേജിംഗ് ഡയറക്ടറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തരമായി ഇത്തരം സർവീസുകൾ നടത്തുന്ന ബസ്സുകളിലേക്ക് ആദ്യമായി പ്രത്യേകമായ ക്യാബിൻ തയ്യാറാക്കി ഡ്രൈവർമാരെ സംരക്ഷിക്കുക. പടിപടിയായി ഹ്രസ്വദൂര സർവീസുകളും ദീർഘദൂര സർവീസുകളും ചെയ്യുന്ന നടപടിയിലേക്ക് പോകാനുള്ള ഒരു ടൈം ടേബിളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേസമയം 2 ദിവസത്തേക്ക് പാപ്പനംകോട് ഡിപ്പോ അടച്ചിടാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ഡിപ്പോയിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് മരണം 11,000 കടന്നു. 24 മണിക്കൂറിനിടെ 2000-ലധികം മരണമാണ് രാജ്യത്ത് രേഖപ്പെടുത്തിയത്. കോവിഡ് ബാധിതരുടെ എണ്ണം 3.5 ലക്ഷം പിന്നിട്ടു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കോവിഡ് ബാധിച്ചു മരിച്ചു. രാജ്യത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന മരണനിരക്കാണ് 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയത്. 2003. ഇതിൽ 1409 മരണവും മഹാരാഷ്ട്രയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ആശുപത്രികളിൽ മരിച്ചവരുടെ വിവരങ്ങൾ ഒരുമിച്ച് പട്ടികയിൽ ചേർത്തതാണ് മരണനിരക്ക് ഉയരാൻ കാരണം. 1328 പേരുടെ വിവരങ്ങളാണ് ഇങ്ങനെ ചേർത്തത്. ഡൽഹിയിലും മരണനിരക്കിൽ വലിയ വർധനവുണ്ടായി. ഡൽഹിയിൽ 437 പേരും തമിഴ്നാട്ടിൽ 49 പേരും മരിച്ചു. 10,974 പേർക്ക് കൂടി കോവിഡ് ബാധിച്ചതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 3.5 ലക്ഷത്തിന് മുകളിലെത്തി. 3,54,065 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്.
രാജ്യത്തെ മരണനിരക്ക് 3.5% അടുത്തെത്തി. എടപ്പാടി പളനിസ്വാമിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കോവിഡ് ബാധിച്ചു മരിച്ചതോടെ തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിരീക്ഷണത്തിൽ പോകണമെന്ന ആവശ്യം ശക്തമായി. 200ഓളം ജീവനക്കാർ നിരീക്ഷണത്തിൽ പോയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ചെന്നൈയിലെ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി ദാമോദരനാണ് ഇന്ന് രാവിലെ മരിച്ചത്. 57 വയസ്സായിരുന്നു. മഹാരാഷ്ട്രയ്ക്ക് പുറമെ ഗുജറാത്ത്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് 15 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടത്തും. മഹാരാഷ്ട്ര, തമിഴ്നാട്, ഉത്തർപ്രദേശ്, കർണാടക, ബീഹാർ, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കാണ് യോഗത്തിൽ സംസാരിക്കാൻ അവസരമുള്ളത്. സംസാരിക്കാൻ അവസരം നൽകാത്തതിനാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കില്ല. ഇന്നലെ കേരളമടക്കം 21 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. തുടർച്ചയായി 11ാം ദിവസവും രാജ്യത്ത് ഇന്ധനവില കൂട്ടി. 1 ലിറ്റർ പെട്രോളിന് 56 പൈസയും ഡീസലിന് 57 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ 11 ദിവസം കൊണ്ട് 1 ലിറ്റർ പെട്രോളിന് 6 രൂപ 3 പൈസയും ഡീസലിന് 6 രൂപ 8 പൈസയും കൂടി. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ സച്ചിൻ പവലിയൻ പുനഃസ്ഥാപിക്കാൻ GCDA തീരുമാനം. സ്റ്റേഡിയത്തിന്റെ കരാർ ഏറ്റെടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമാണ് പവലിയൻ പൊളിച്ചുമാറ്റി VIP മുറിയാക്കിയത്. KCAയുമായും ബ്ലാസ്റ്റേഴ്സുമായും ചർച്ച നടത്തുമെന്ന് ചെയർമാൻ V സലീം പറഞ്ഞു. 2013 സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെയാണ് സച്ചിന് ആദരമെന്ന വണ്ണം കൊച്ചി സ്റ്റേഡിയത്തിൽ സച്ചിൻ പവലിയൻ നിർമ്മിച്ചത്. അവസാന ടെസ്റ്റിൽ സച്ചിൻ ധരിച്ച ജേഴ്സി, സച്ചിനും ധോണിയും ഒപ്പിട്ട ബാറ്റ്, സച്ചിന്റെ 100 സെഞ്ചുറികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ 100 പന്തുകൾ, സച്ചിന്റെ വിവിധ ഫോട്ടോകളെല്ലാം പവലിയനിലുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ സീസണിന് മുന്നോടിയായി സച്ചിൻ പവലിയൻ ബ്ലാസ്റ്റേഴ്സ് പൊളിച്ചുമാറ്റി VIP മുറിയാക്കി. പവലിയൻ നീക്കം ചെയ്തത് സച്ചിൻ ടെണ്ടുൽക്കറോടുള്ള അനാദരവാണെന്ന് BCCI ജോയിന്റ് സെക്രട്ടറി ജയേഷ് ജോർജ പറഞ്ഞു. VIP ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും കസേരയൊക്കെ ഇട്ട് ഉപയോഗിക്കാമല്ലോ. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ചുറ്റുമാരെന്നുള്ള പെയിന്റിങ്സും എല്ലാം എടുത്തു, ആ വോളും ഒക്കെ മാറ്റി. വോളൊക്കെ നമ്മൾ നന്നായിട്ട് ലാമിനേറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ വെച്ചിട്ട് വളരെയധികം ചെയ്തിട്ടായിരുന്നു. എന്തായാലും ചെയർമാനെ കാണുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു നോട്ടീസ് അയക്കണം. പ്രതിഷേധമുയർന്നതിന് പിന്നാലെയാണ് സ്റ്റേഡിയം ഉടമകളായ GCDA വിഷയത്തിൽ ഇടപെട്ടത്. KCA ഒരു പരാതിയായി ഉന്നയിക്കപ്പെട്ട സന്ദർഭത്തിലാണ് GCDയുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുള്ളത്. ആ പൗരൻ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി GCDA അതിനാവശ്യമായ മുൻകൈ എടുക്കും. അത് അവിടുന്ന് നീക്കി വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം പുനഃസ്ഥാപിച്ച് പഴയ നിലയിലേക്ക് തന്നെ ആ പൗരനെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. അണ്ടർ 17 ലോകകപ്പ് നടത്താൻ FIFA മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാറ്റിയ പവലിയൻ പുനഃസ്ഥാപിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് താൽപര്യം കാണിച്ചില്ല. ക്ലബ്ബും KCAയുമായി തുടരുന്ന തർക്കങ്ങളുടെ ഭാഗമാണിതെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.